ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം വലിയ വിഷയമായിരിക്കുന്നു. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പറയുന്നത് ഈ ദേവസ്വം ബോർഡിലെ ഉന്നതർ ഉൾപ്പെടെ 15ഓളം പേർ പ്രതികളായിട്ടുണ്ടാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇനിയും ആരൊക്കെയോ പ്രതിപ്പട്ടികയിൽ വരാനുണ്ട്. മാത്രമല്ല അയാൾ ഈ സ്വർണ്ണമൊക്കെ ഉരുക്കി അല്ലെങ്കിൽ മാറ്റി വെച്ചു എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് വലിയ ലാഭമൊന്നും കിട്ടിയില്ല. അപ്പോൾ അയാൾക്ക് ലാഭം കിട്ടിയില്ലെങ്കിൽ ഉരുക്കിയ സ്വർണം എത്ര ഇടത്തേക്ക് ഷെയർ ചെയ്ത് പോയി കാണും? അത് മന്ത്രിയിലേക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കോ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കോ ഒക്കെ പോയി എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെ. അതിനകത്ത് പിന്നെ സംഭവം സാധാരണഗതിയിലാണെങ്കിൽ ഞെട്ടിക്കേണ്ടതാണ്. പക്ഷെ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥയിൽ ഞെട്ടലിൻ്റെ ആവശ്യമില്ലാത്ത എനിക്ക് തോന്നുന്നത്. ഇതിലേക്ക് കാര്യം കേരളത്തിലേക്ക് സ്വർണ്ണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റേ ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ അറസ്റ്റിലായ സ്വർണ്ണക്കടത്ത് കേസ്. അതെ, എത്രയാ സ്വർണം വന്നതെന്ന് ഒരു ധാരണ. ബിരിയാണി ചെമ്പി സ്വർണം വരെ കടത്തിയെന്ന് പറയുന്നു. പക്ഷേ സ്വർണം കടത്തപ്പെട്ടു എന്നുള്ളത് പിടിക്കപ്പെടുകയും ചെയ്തു. അതിനകത്താണല്ലോ ഇവരൊക്കെ ശിവശങ്കരൊക്കെ അറസ്റ്റ് ചെയ്ത്. ഈ സ്വർണം ഇങ്ങോട്ട് പോയി. ഒരു ദിവസം തന്നെ ഈ മലപ്പുറത്തും ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് മലപ്പുറത്തൊക്കെ നടക്കുന്ന ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ചിട്ടാണ് അല്ലേ. പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടായ നമ്മുടെ MLA ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഇവിടുത്തെ നിലമ്പൂർ MLA അൻവർ. അപ്പൊ അൻവർ അൻവറും വളരെ വിശദമായിട്ടാണ് ഈ മറ്റേ ഇവിടെ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ സ്വർണം കേരളത്തിലേക്ക് എല്ലാ വിമാനത്താവളങ്ങളിലൂടെയും സ്വർണം ഒഴുകുന്നുണ്ട്, ഒരു സംശയമില്ല കാര്യം. എന്നിട്ട് നമ്മുടെ ഈ കേരളത്തിലെ വാസ്തവത്തിൽ സ്ത്രീകൾക്കാണ് ഇതിന്റെ ആരോപണം മുഴുവൻ അന്വേഷിക്കുക. ഇത് എന്താ പറയുക, സ്വർണത്തിനോട് കൊതിയാണ്, മറ്റേതാണ് ഭ്രമമാണെന്നൊക്കെ. സംഭവം ശരിയാണ്, സ്ത്രീകൾക്ക് സ്വർണത്തിനോടൊക്കെ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്ത്രീകൾ ആരും ഈ പറഞ്ഞതുപോലെ ഈ സ്വർണം അടിച്ചു മാറ്റാൻ നടക്കുന്നില്ല അല്ലേ. ഇവിടുത്തെ ആണുങ്ങളാണ് സ്ത്രീകൾ ഈ സ്വർണം അടിച്ചു മാറ്റലും സ്ത്രീകൾ സ്വർണത്തിന്റെ സൗന്ദര്യത്തിന്റെ ഒരു തലത്തിലാണ് നിൽക്കുന്നത്. ഈ കേരളത്തിലെ ആണുങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയും കൂടെയാണ്. കാരണം കേരളത്തിലെ ആണുങ്ങൾക്ക് ഈ സൗന്ദര്യബോധം ഇല്ലാണ്ടായി പോയിരിക്കുന്നു. അത് വേറൊരു വിഷയം. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ അറിവില്ലാതെ ശബരിമലയിൽ നിന്ന് ഈ മറ്റേ ശ്രീകോവിലിനകത്തുനിന്ന് ശ്രീകോവിലിന്റെ തൊട്ട് അല്ലെങ്കിൽ അതുമായിട്ട് എൻ്റെ ദ്വാരപാലകരായിക്കോട്ടെ കട്ടളയായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു തരി സ്വർണം പുറത്തേക്ക് പോകില്ല. ഒരു വളരെ ലളിതമായ എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ശബരിമലയിൽ ഇപ്പോൾ സീസൺ അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 18-ാം പടി വെറുതെ ഒന്ന് പോകാൻ നോക്കും. 18-ാം പടി കയറാൻ പറ്റത്തില്ല. അവിടെ അതിനു വേണ്ടിയുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആരാന്ന് അന്വേഷിക്കും. അപ്പോൾ അവിടെ ഈ അധികൃതരുടെ അനുവാദമില്ലാതെ ഒറ്റ മനുഷ്യന് ഈ സന്നിധാനത്ത് പെരുമാറാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ചെല്ലുന്ന എല്ലാവരും വളരെ, കാരണം എന്ന് വെച്ചാൽ ഇപ്പം ആളില്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ പോലും അവിടെ നമ്മൾ കുറച്ച് കാലം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ എല്ലാവർക്കും പരിചിതരുമാവും. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നിപ്പം വാസ്തവം പറഞ്ഞാൽ ആഗോള കേന്ദ്രത്തിൻ്റെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. ആ ശബരിമലയുടെ ഏറ്റവും ശ്രദ്ധ കിട്ടുന്ന, അതായത് വിഗ്രഹത്തിൽ പലർക്കും കാണാൻ സമയം കിട്ടത്തില്ല അല്ലേ. ചിലപ്പോൾ ഈ കാണാൻ വരുന്ന അയ്യപ്പന്മാരൊക്കെ ചിലപ്പോൾ ഒരു സെക്കൻഡൊക്കെ ആയിരിക്കും അയ്യപ്പ വിഗ്രഹത്തെ കാണാൻ പറ്റുന്നത്. ഏറ്റവും പ്രകടമായി കാണുന്നത് ഇതിൻ്റെ പുറത്തെ വശങ്ങളാണ്. അവിടെ ഇരിക്കുന്ന സ്വർണം അടിച്ചു മാറ്റണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മുകളിൽ നിന്നുള്ള ഒരു ധൈര്യം, അതായത് പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡീല് ചെയ്യാം, അത് തട്ടിക്കോളൂ, നമുക്കതിന് മഞ്ഞ കണ്ടാൽ പോരെ എന്നുള്ള ഒരു തീരുമാനം മുകളിൽ നിന്ന് വരാതെ ആരും ചെയ്യത്തില്ല സാർ. അത് പകൽ പോലെ വ്യക്തമാണ്. അതായത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അനുമതിയില്ലാതെ ശബരിമലയിൽ നിന്ന് സ്വർണം കൊണ്ടുപോയിട്ടില്ല. ഇനി രണ്ടാമത്തെ വിഷയം, ഇത് തെളിയുമോ ഇല്ല എന്നുള്ളതാണ്. അതും ഒരു 100%. ഇപ്പം ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നതെങ്കിലും ഹൈക്കോടതി വിചാരിച്ചത് കൊണ്ടാണ് ഇവിടം വരെയെങ്കിലും എത്തിയത് അല്ലേ. അപ്പോൾ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിലൊക്കെയാണ് അന്വേഷണം നടത്തുന്നത്. അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള ഈ സംവിധാനത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അതെത്രമാത്രം ഫലപ്രദമാകും എന്നുള്ളതും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുന്നത് ശരിയല്ല. പക്ഷേ നമുക്ക് നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ഇവിടുത്തെ പോലീസ് നിഷ്പക്ഷമായിട്ടല്ല പ്രവർത്തിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് DGP ആരാവണം? ഇപ്പോൾ ഒരു യോഗേഷ് ഗുപ്തയ്ക്ക് ഒരു NOC കൊടുക്കാൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ല. അതേപോലെ MR അജിത് കുമാറിനെതിരെ ഉണ്ടായ ആരോപണം, അദ്ദേഹം സംരക്ഷിക്കപ്പെടുന്ന രീതി, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംവിധാനത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എത്ര നല്ല
മാന്യനാണെങ്കിലും ഇൻറ്റഗ്രിറ്റിയുള്ള വ്യക്തിയൊക്കെയാണെന്നാണ് ഇപ്പം അന്വേഷണം നടത്തുന്ന വെങ്കടേഷിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ നിരീക്ഷിക്കുന്നുള്ള ഉറപ്പാണ്. എന്താണ് അന്വേഷണം, നിങ്ങൾ ഏത് രീതിയിലാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതാത് മിനിറ്റ് അല്ലെങ്കിൽ മണിക്കൂറുകളിൽ വെച്ചിട്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അറിവ് കിട്ടുന്നുണ്ട്. അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് അന്വേഷണ റിപ്പോർട്ടിനകത്ത് അതെങ്ങനെ വരും, ആരെയൊക്കെ പ്രതി ചേർക്കും. മിക്കവാറും പ്രതി ചേർക്കുന്നത് ചിലപ്പോൾ ഈ 15 പേരുണ്ടെന്ന് പറയുന്നു, ചിലപ്പം 15 മറ്റ് ചില ഈ പോറ്റിമാരെയും കൂടെ സംഘടിപ്പിച്ചെന്നിരിക്കും. ഇപ്പോൾ 2 പോറ്റിമാരായി പ്രധാനമായിട്ട്, അല്ലേ? ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നൊന്ന് മുരാരി പോറ്റി. ഇനി ഇതുപോലെ ഒരു 13 പോറ്റിമാരെ കൂടെ സംഘടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ കൃത്യമായ നടപടിയെടുത്തു, എല്ലാം ശരിയാക്കി. ഇപ്പൊ ഈ പിണറായി വിജയൻ സർക്കാർ ആദ്യം അധികാരത്തിൽ വരും പറഞ്ഞ എന്താണ്, എല്ലാം ശരിയാക്കും, അല്ലേ? അപ്പൊ ശരിയാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകേണ്ട സേവനങ്ങൾ എന്തെല്ലാമാണോ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ കൊണ്ട് കിട്ടുന്ന പിന്നെ ഉറപ്പും വിശ്വാസങ്ങളും എല്ലാം ഏതാണോ അതെല്ലാം ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. അപ്പം ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗുരുതരമായ വീഴ്ച പ്രകടമായി സംഭവിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ച് കിട്ടിക്കൊടുക്കും. ഉദാഹരണത്തിന് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടിസുനിക്ക് പരോൾ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള നിർദ്ദേശം വരുന്നു. അവസാനം അത് വെറും ആ ജയിൽ സൂപ്പറിൻ്റെ പുറത്ത് തട്ടി വെച്ച് കൊടുത്തു. ആലോചിച്ച് നോക്കണേ, ഏതെങ്കിലും ഒരു ഇപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള, ഇപ്പോൾ അരിയാഹാരം കഴിക്കണമെന്നില്ലെന്ന് വിചാരിക്കും, അരിയാഹാരം കഴിക്കാത്ത തന്നെ ഒരു വ്യക്തിക്ക് മനസ്സിലാവും കൊടിസുനിക്ക് പരോൾ വേണമെന്ന് പറഞ്ഞ് ജയിൽ സൂപ്രണ്ട് കത്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ജയിൽ സൂപ്രണ്ടിൻ്റെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ടായിരിക്കുമോ, അതോ അദ്ദേഹത്തിൻ്റെ സാമാന്യ ബുദ്ധിയോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിർദ്ദേശം കിട്ടിയിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരു പൊതുവായ സ്വഭാവം ഇങ്ങനെയുള്ള വീഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉദ്യോഗസ്ഥരുടെ പുറത്ത് തട്ടി വെച്ചിട്ട് ഞങ്ങളുടെ കൈയൊക്കെ ശുദ്ധം, വളരെ വ്യക്തമാണ്, ഇതിനകത്ത് അഴിമതിയില്ല, ഞങ്ങളുടെ മടിയിൽ കനവില്ല. ഇപ്പം ആരും മടിയിൽ കാശ് വയ്ക്കാറില്ല, ഇല്ലേ? പണ്ട് കാലത്ത് നടന്നു പോകുന്ന സമയത്തൊക്കെ ആയിരുന്നു ആൾക്കാർ മടിയിൽ കാശ് വയ്ക്കുന്നത്. ഇപ്പം മടിയിൽ വേണ്ട, ഇപ്പം ഈ മറ്റേ ഫോൺ കയ്യിലുണ്ട്. അതല്ലെങ്കിൽ കാശ് പിടിക്കാൻ പിന്നെ ഇപ്പം ഫോണിൽ ഉപയോഗിക്കാൻ പറ്റാത്ത കാശാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒരു മുഷിഞ്ഞ സഞ്ചിക്കകത്തോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ പാത്രത്തിനകത്ത് കൊണ്ടുവച്ച് നടക്കാൻ കൂടുതലുള്ള ആൾക്കാരുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആർക്കും മടിയിൽ കനമൊന്നുമില്ല, അത് സത്യമാണ് കേട്ടോ പറയുന്നത്, ആരുടെയും മടിയിൽ കനമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്. നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കാനുള്ള ഒരു ഒറ്റ വിഷയത്രേ ഉള്ളൂ, ഇത് എത്രമാത്രം ഇതിൻ്റെ അന്വേഷണം മുമ്പോട്ട് പോകും, ആരൊക്കെ ഇതിനകത്ത് പിടിക്കപ്പെടും. നമ്മുടെ ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ കള്ളന്മാർ പിടിക്കപ്പെടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം ഇതുവരെയുള്ള നമ്മുടെ അനുഭവം അതാണ് നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ 15 പേരോളം പ്രതികളുണ്ടെന്ന് ഇയാൾ പറയുമ്പോൾ, അപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടിരുന്ന 10 പേരാണ് പ്രതികൾ. ഇവർ ഈ പറയുന്ന മാസർ ഒപ്പിട്ട സമയത്ത് അല്ലെങ്കിൽ ഇത് ചെമ്പുവാളി തന്നെയാണെന്ന് പറയുന്ന സമയത്തും ഇവിടെ 15 പേരുണ്ടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇയാൾ വെളിപ്പെടുത്തി. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സർക്കാരിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനൊക്കെ ഒരുപാട് പ്രതിച്ഛായയ്ക്ക് കോട്ടം ഉണ്ടാകും. അതുകൊണ്ട് ഈ പേരുകളെല്ലാം തന്നെ പുറത്തു വരും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? വരാൻ സാധ്യത കുറവാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിലൂടെ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇപ്പോൾ 2 പോറ്റിമാർ ആൾറെഡി കിട്ടിയിട്ടുണ്ട്. ഒരു മുരാരി പോറ്റിയും കിട്ടിയിട്ടുണ്ട്, ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 13 പോറ്റിമാരെയും കൂടെ സംഘടിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു പിന്നെ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് ഇത് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ടെല്ലാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എളുപ്പമുണ്ടായിരുന്നു. അതും ഇപ്പോൾ ഏകദേശമൊക്കെ പല രീതിയിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ധൈര്യവുമായിരുന്നു തുടക്ക സമയത്ത് അയാളുടെ സംഭാഷണത്തിലൂടെ പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ അറസ്റ്റിലേക്ക് പോയൊരു സമയം വന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് മനസ്സിലായി ഇതിനി കംപ്ലീറ്റ് പുള്ളിയുടെ പുറത്ത് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ വന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞേക്കുന്നത് ഞാൻ എല്ലാവരുടെയും പേര് വിളിച്ച് പറയും എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പിന്നെ മാധ്യമങ്ങളോട് അതുവരെ സംസാരിക്കാൻ തയ്യാറായിരുന്ന പോറ്റിയാണ്. ഞാൻ മറ്റുള്ളവരും കുടുങ്ങുമെന്ന് പറയാൻ കാരണം സംസ്ഥാന സർക്കാരിനും ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുള്ളൊരു മുന്നറിയിപ്പാണ്. ഞാനത് പറയും, അതുകൊണ്ട് നിങ്ങൾ വേണ്ടത് ചെയ്തോളൂ. അതാണ് അതിൻ്റെ കൃത്യ മെസ്സേജ്. അതാണ്. അല്ലാതെ ഈ മാധ്യമങ്ങൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങളും ചാനലിലൊക്കെ കൊട്ടിഘോഷിക്കുന്നത് പോലെ ഇതിങ്ങനെ ഉണ്ട് മറ്റേ അങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അറിവുണ്ടാവും.
അറിവില്ലാതെ ഇത് പോവില്ല. അത് ഹൈക്കോടതിക്കും അറിയാം, ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കും അറിയാം, പാർട്ടിക്കാർക്കും അറിയാം, ഭരണം നടത്തുന്നവർക്കും അറിയാം. അത് പുറമേ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ഉണ്ണികൃഷ്ണനെ പറ്റി പറഞ്ഞിരിക്കുന്ന സാധനം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് കൊടുത്തിരിക്കുന്ന വാണിംഗ് ആണ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്ന വാണിംഗ് ആണ്. ഞാൻ ഇതിലുടെയും പേര് പറയും, അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, അതിൻ്റെ കൂട്ടത്തിൽ എന്നെ രക്ഷിച്ചോളൂ, ഇല്ലെങ്കിൽ പണിയാവും. സിമ്പിൾ. ഇതിനകത്തുകൂടി ആ പ്രശ്നം അത് ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ കുറേ പേരുടെ പേരുണ്ടാവും, അതിനകത്ത് അവർ ട്രയൽ നേരിടും. പിന്നെ അവർ സഹിക്കേണ്ടിയും വരും. കാര്യം ഈ പാർട്ടി അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ അവരെ പിന്നീട് ഫിനാൻഷ്യലായിട്ട് സഹായിക്കുകയോ കേസ് നടത്താൻ സഹായിക്കുകയോ ചെയ്തെന്നിരിക്കാം. പക്ഷേ ഇതാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ശബരിമല കവർച്ച കേസിൽ 15 പ്രതികളുണ്ട്. അതിൽ തന്നെ ചില CPM ഉന്നതരോ മന്ത്രിയോ ഒക്കെ ഉൾപ്പെട്ടേക്കാം. നമുക്ക് കാത്തിരിക്കാം അല്ലേ? പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാര്യം അവരുടെ അറിവില്ലാതെ നടക്കത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.